അസ്സലാമു അലൈക്കും. ഫുഡ് ഓൺ ക്യാമിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ദോശക്കും ഇഡ്ഡലിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗോതമ്പ് മാവിൻ്റെ റെസിപ്പിയാണ്. ഇത് നമ്മൾ തയ്യാറാക്കുന്നത് ഗോതമ്പ് പൊടി കൊണ്ടല്ല, റോ ഗോതമ്പ് കൊണ്ടാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസും അതിൻ്റെ അളവും ഒക്കെ എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ മാവ് തയ്യാറാക്കാൻ വേണ്ടി ഇവിടെ 1.5 കപ്പ് ഗോതമ്പ് എടുത്തിട്ടുണ്ട്. അടുത്ത് നമുക്ക് ഉഴുന്ന് വേണം. ഉഴുന്നിൻ്റെ അളവ് എന്ന് പറയുന്നത് സാധാരണ നമ്മൾ അരിമാവ് അരക്കുന്നതിന് ഉപയോഗിക്കുന്നതിനേക്കാൾ 2 ടേബിൾ സ്പൂൺ അധികം എടുക്കണം. 1/2 ടീസ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചോറിന് പകരം എടുത്തിട്ടുള്ളത് വൈറ്റ് അവിലാണ്. അത് 1/4 കപ്പ് പ്ലസ് 1 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. വൈറ്റ് അവിലില്ലെങ്കിൽ നമ്മുടെ നോർമൽ അവിൽ യൂസ് ചെയ്യാം, എന്തായാലും കുഴപ്പമില്ല. ഇനി ചോറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു 1-2 ടേബിൾ സ്പൂൺ മതി, അതിൽ കൂടുതലാവരുത്. കൂടുതലായാലും ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി ഇതെല്ലാം നമുക്ക് വേറെ വേറെയാണ് സോക്ക് ചെയ്ത് വെക്കേണ്ടത്. ഇനി ഒരു 3 മണിക്കൂർ കുതിർക്കാനായിട്ട് മാറ്റി വെക്കണം. അതിനുശേഷം നമുക്ക് അരച്ചെടുക്കാം. ഫസ്റ്റ് നമുക്ക് ഉഴുന്നും ഉലുവയും കൂടി അരച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് അരച്ചെടുക്കേണ്ടത്. ഇതുപോലെ നല്ല ഫൈൻ പേസ്റ്റ് ആയി കിട്ടുകയും വേണം. അതിനുശേഷം അതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള അവിൽ ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് അരച്ചെടുക്കാം. ഇനി ഇതൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. പിന്നെ നമുക്ക് അരച്ചെടുക്കേണ്ടത് ഗോതമ്പാണ്. ഇതും കുറച്ച് വെള്ളത്തിൽ നമുക്ക് അരച്ചെടുക്കാം. ഗോതമ്പ് അരക്കുമ്പോൾ നല്ല ഫൈനായിട്ട് അരയേണ്ട ആവശ്യമില്ല, കുറച്ച് തരി ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതും നമുക്ക് ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. എന്നിട്ട് നമ്മുടെ കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കൈ ഉപയോഗിച്ച് മിക്സ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മാവ് നന്നായിട്ട് പൊങ്ങിക്കിട്ടും. പിന്നെ ഒരു 8 to 10 hours ഇത് നമുക്ക് പൊങ്ങാനായിട്ട് മാറ്റി വെക്കാം. അപ്പം നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും കുറച്ച് മാവ് മാറ്റി അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും ചേർത്ത് നമുക്ക് ദോശയോ നെയ് റോസ്റ്റോ അതുപോലെ തന്നെ മസാല ദോശയോ എന്ത് വേണമെങ്കിലും തയ്യാറാക്കിയെടുക്കാം. പിന്നെ നമുക്ക് ഇഡ്ഡലി, ഊത്തപ്പം, പനിയാരം, നമ്മൾ അരിദോശ മാവ് കൊണ്ട് എന്തെല്ലാമാണ് ഉണ്ടാക്കുന്നത് അതെല്ലാം ഈ മാവ് കൊണ്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ചൂടോട് കൂടി കഴിക്കുകയാണെങ്കിൽ ഇതിൽ നമുക്ക് ഗോതമ്പിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യില്ല. ശരിക്കും അരിദോശ കഴിക്കുന്നത് പോലെ തന്നെയായിരിക്കും. ഇഡ്ഡലിയൊക്കെ നല്ല സോഫ്റ്റ് ഇഡ്ഡലി ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ റെസിപ്പിയുമായി വരാം. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും.